വണ്ടി നിർത്ത്. ഇതിന് കൊള്ളുന്ന പനിയുണ്ട്. മനസ്സിലെ തണുപ്പ് താങ്ങാനുള്ള കെൽപ്പ് കാണത്തില്ല. ചാടുന്നതിന് മുമ്പ് കുറച്ച് കാശ് വാങ്ങണം. ചത്തു കഴിഞ്ഞാ മണ്ണിന്റെയും പാലിന്റെയും കാശ് വേസ്റ്റ് ആവും. ഗോവിന്ദൻ സാർ വിളിച്ചിരുന്നു. നമ്മളെന്താ നേരിട്ട് ചെല്ലാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുട്ടികൾക്കായുള്ള അന്വേഷണത്തിലാണെന്ന്. സുമൻ നായിക്കിന്റെ ആളുകളുമായി എന്തോ ടൈപ്പ് ഉണ്ടാക്കിയെന്ന് ജി കെ പറഞ്ഞു പോയി. ഇതിന്റെ ആളുകളോട് ആര് പോയി സംസാരിക്കും? വൈകിട്ട് 2 പേര് വരും. നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകളാ. അവര് വന്നാലുടൻ കുട്ടിയെയും കൊണ്ട് നമ്മൾ കൂടുതൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറും. കാശ് കൈ കിട്ടുന്നത് വരെ നമ്മളാ ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ആരും അറിയരുത്. മൈഥിലിയെ സൂക്ഷിക്കണം. 1000 കണ്ണുകളുമായി പറന്ന് നടക്കുക അവള്. പിള്ളേരെ അമ്പലത്തിൽ നിന്ന് ഇറക്കി കൊടുക്കാൻ ആ പിച്ചക്കാരൻ വെങ്കിടിക്ക് ഗോന്തി കൊടുത്തത് 1 ലക്ഷം രൂപയാ. അപ്പൊ പിന്നെ ദിവസക്കൂലിക്ക് പിള്ളേരെ പിടിച്ചു കൊടുക്കുന്ന ഈ പണി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഉറക്കം വിളിച്ചോണ്ട് എനിക്ക് വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കാൻ പോവാ. നീ കുട്ടിയെ ശ്രദ്ധിച്ചോണം. ഒരിക്കൽ കായലിനടിയിൽ വെച്ച് നിന്നെ ഞാൻ വെറുതെ വിട്ടതാ. പക്ഷെ മരണം ചോദിച്ചു വാങ്ങി വീണ്ടും നീ എന്റെ പിന്നാലെ വന്നു. ഇന്ന് നിന്നെ ഞാൻ വിടില്ല. ഒന്നീ വനത്തിൽ തന്നെ കുഴിച്ചു മൂടും. നമുക്ക് നോക്കാം ആരെ കൊല്ലപ്പെടുന്നുണ്ട്. I will shoot you. മംഗളൂരിലെ ഇടവേളയ്ക്ക് ശേഷം